ഹായ് ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് 10,000 മുതൽ 50,000 വരെയുള്ള ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സമീപിക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അത് നമ്മൾ 10,000 അടിയിൽ നോക്കുകയാണെങ്കിൽ പോക്കോയുടെ പോക്കോ C75 നല്ലൊരു ഓപ്ഷനാണ്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന് പറയുന്ന പവർഫുൾ പെർഫോമൻസ് കിട്ടുന്ന ചിപ്സെറ്റാണ്. അതിലേക്ക് വരാം. അതിന് മുമ്പ് ഇതിൽ അക്വാ ബ്ലിസ്, എൻചാൻറ്റഡ് ഗ്രീൻ, സിൽവർ സ്റ്റാർഡസ്റ്റ് എന്ന കളർ ഓപ്ഷൻസാണ് വരുന്നത്. നല്ലൊരു ഡിസൈനിലാണ് ഈ ഫോണിൻ്റെ റൗണ്ട് ക്യാമറ മോഡുകളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഈ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന് പറയുന്നത് ഈ റേഞ്ചിൽ തന്നെ ഏറ്റവും പവർഫുള്ളായ ചിപ്സെറ്റാണ്. അതുകൊണ്ട് നല്ല ഗെയിം പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നതാണ്. 6.88 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5160 mAh ബാറ്ററിയോടൊപ്പം 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 50 മെഗാപിക്സൽ സോണിയുടെ ഡുവൽ ക്യാമറയാണ് വരുന്നത്. ഇതിൽ ഷവോമി HyperOSഉം വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് 7,999 രൂപയാണ്. ഇനി നമ്മളൊരു 15,000 രൂപ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ റിയൽമി നാർസോ 70 ടർബോ നല്ലൊരു ഓപ്ഷനാണ്. ഇതിൽ ടർബോ യെല്ലോ, ടർബോ പർപ്പിൾ, ടർബോ ഗ്രീൻ എന്ന കളർ ഓപ്ഷൻസാണ് വരുന്നത്. ഇതിൽ മീഡിയാടെക്കിൻ്റെ ഡൈമൻസിറ്റി 7300 എനർജി പ്രോസസ്സറാണ് വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ ഏറ്റവും പവർഫുൾ പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ല ഗെയിം പെർഫോമൻസ് നമുക്ക് ഇത് കിട്ടുന്നതാണ്. ഇതിൽ ലാർജ് സ്റ്റെയിൻലെസ് സ്റ്റീൽ VC കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഗെയിമിങ്ങും എത്ര നേരം വേണമെങ്കിൽ നമുക്ക് കളിക്കാൻ സാധിക്കും. കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇതിൽ അടങ്ങുന്നുണ്ട്. ഇത് 6.67 ഇഞ്ച് വരുന്ന 120 Hz സപ്പോർട്ട് ചെയ്യുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. 5000 mAh ബാറ്ററിയോടൊപ്പം 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് 15,999 രൂപയാണ്. ഓഫർ അടക്കം 15,000 രൂപയ്ക്ക് അടിയിൽ നമുക്ക് ഈ ഫോൺ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മളൊരു 20,000 രൂപ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ പോക്കോയുടെ H7 ആണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ. ഈ ഫോണിൽ പോക്കോ യെല്ലോ, ഗ്ലേസിയർ ഗ്രീൻ, കോസ്മിക് സിൽവർ എന്ന കളർ ഓപ്ഷൻസാണ് വരുന്നത്. 120 Hz സപ്പോർട്ട് ചെയ്യുന്ന 6.67 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 3000 Hz ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. TV സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇതിൽ വെറ്റ് ടച്ച് ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്. ഇതിൽ IP69 റേറ്റിംഗും വരുന്നുണ്ട്. ഇതിൽ കോണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇതിൽ മീഡിയാടെക് ഡൈമൻസിറ്റി 7300 അൾട്രാ എന്ന് പറയുന്ന നല്ല പവർഫുള്ളായ ചിപ്സെറ്റാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഗെയിം പെർഫോമൻസ് നമുക്ക് ഇത് കിട്ടുന്നതാണ്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഈ PUBG ഒക്കെ കളിക്കാൻ സാധിക്കും. ഇതിൽ 5500 mAh ബാറ്ററിയോടൊപ്പം 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് 23,999 ആണ്. ഓഫറിൽ 20,000 രൂപയുടെ അടിയിൽ നമുക്ക് ഈ ഫോൺ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മളൊരു 30,000 രൂപ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ പോക്കോ H7 Pro നല്ലൊരു ഓപ്ഷനാണ്. ഇതിൽ നെബുല ഗ്രീൻ, ഒബ്സിഡിയൻ ബ്ലാക്ക്, പോക്കോ യെല്ലോ എന്ന കളർ ഓപ്ഷൻസാണ് വരുന്നത്. ഇതിൽ 6.67 ഇഞ്ച് വരുന്ന 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 3200 Hz ബ്രൈറ്റ്നസ്സും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ IP66+, IP68+, IP69 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. ഇതിൽ മീഡിയാടെക്കിൻ്റെ ഡൈമൻസിറ്റി 2400 അൾട്രാ എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ് വരുന്നത്. അതുകൊണ്ട് നല്ല ഗെയിം പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതാണ്. സ്മൂത്ത് ടച്ച് ടീമൊക്കെ നമുക്ക് PUBG കളിക്കാൻ സാധിക്കുന്നതാണ്. 6550 mAh ബാറ്ററിയോടൊപ്പം 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സോണിയുടെ 50 മെഗാപിക്സൽ LYT 600 സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 27,999 ആണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തത് നമ്മളൊരു 40,000 റേഞ്ച് നോക്കുകയാണെങ്കിൽ iQOO Neo 9 Pro നല്ലൊരു ഗെയിമിംഗ് ഫോണാണ്. ഈ ഫോണിൽ ഫിയറി റെഡ്, കോൺക്വറർ ബ്ലാക്ക് എന്ന കളർ ഓപ്ഷൻസാണ് വരുന്നത്. ഫിയറി റെഡിൽ ലെതർ ബാക്കും ഡുവൽ ടോൺ ലെതർ ബാക്കാണ് വരുന്നത്. കോൺക്വറർ ബ്ലാക്കിൽ AG മാറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. രണ്ടും നല്ല പ്രീമിയം ഫീൽ തന്നെയാണ് നമുക്ക് തരുന്നത്. നല്ല ഗെയിം പെർഫോമൻസ് ഒക്കെ ഉള്ള ഫോണാണ്. ഇതിൽ 6.78 ഇഞ്ച് വരുന്ന 144 Hz സപ്പോർട്ട് ചെയ്യുന്ന LTP AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 5160 mAh ബാറ്ററിയോടൊപ്പം 120 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജാണ് വരുന്നത്. ഇതിൽ 6K VC കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നതിനാൽ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ ഏറ്റവും പവർഫുള്ളായ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന് പറയുന്ന പവർഫുൾ ചിപ്സെറ്റാണ് വരുന്നത്. അതിനൊപ്പം Q1 ചിപ്പും ഇതിൽ വരുന്നുണ്ട്. ഗെയിമിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ. ഈ ഫോണിൽ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്.
ഇതിൽ 50 മെഗാ പിക്സൽ നൈറ്റ് വിഷൻ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് 34,999 ഈ ഫോൺ ഇറങ്ങിയിട്ട് 1 വർഷം ആവാറായി. അപ്പോൾ അതിൻ്റെ അടുത്ത വേർഷനായ IQ Neo 10R മാർച്ച് 11 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഇത് നമ്മളൊരു 50,000 റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ IQ 13 ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഈ ഫോണിൽ ലെജൻഡ്, നാർഡോ ഗ്രേ എന്ന കളർ ഓപ്ഷൻസാണ് വരുന്നത്. ഇതിൽ ഡുവൽ ചിപ്പാണ് വരുന്നത്. ഏറ്റവും പവർഫുള്ളായ ചിപ്സെറ്റായ സ്നാപ്ഡ്രാഗൺ 8 Lite ആണ് ഇതിൽ വരുന്നത്. അതിനോടൊപ്പം Q2 ചിപ്പും വരുന്നുണ്ട്. ഗെയിമിംഗ് ഇമ്പ്രൂവ് ആക്കാൻ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ ചിപ്സെറ്റ് വെച്ചിട്ടുള്ള കുറേ അധികം ഫോണുകൾ വരുന്നുണ്ട്. OnePlus 13, Samsung S25 Ultra ഇതൊക്കെ ഈ ചിപ്സെറ്റ് വെച്ചിട്ടാണ് വരുന്നത്. ഇത് 6.82 ഇഞ്ച് വരുന്ന സിനിമാറ്റിക് ഡിസ്പ്ലേ ആണ് വരുന്നത്. IP68+ IP69 റേറ്റിംഗ് വരുന്നുണ്ട്. ഇതിൽ 6000 mAh ബാറ്ററിയോടൊപ്പം 120 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജും വരുന്നുണ്ട്. ഇതിൽ ഹാലോ ലൈറ്റ് എന്ന് പറയുന്ന സംവിധാനം വരുന്നുണ്ട്. നമ്മുടെ ക്യാമറയുടെ ചുറ്റും ലൈറ്റ് കത്തുന്ന സംഭവം, അതിൻ്റെ വീഡിയോ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ സോണിയുടെ IMX921 സെൻസർ അടങ്ങുന്ന മെയിൻ ക്യാമറയാണ് വരുന്നത്. ഫൺ ടച്ച് OS ബൈ Android 15 വരുന്നുണ്ട്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഇതിൽ വരുന്നുണ്ട്. ഇത് ഓഫർ സഹിതം 49,999 നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.